ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിനെ കുറിച്ച് ആണ്. 1975 മെയ് 16 ആണ് സിക്കിം സംസ്ഥാനമായി മാറിയത്. 1950 മുതൽ സിക്കിം ഇന്ത്യയുടെ സംരക്ഷിത പ്രദേശമായിരുന്നു എങ്കിലും 1974 വരെ ഇവിടെ രാജഭരണം ആണ് നിലനിന്നിരുന്നത്. 1975 36-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ സംസ്ഥാനമായി സിക്കിം മാറിയത്. സിക്കിമിലെ ജനസംഖ്യ ഇന്ത്യയുടെ 0.05%, ഭൂപ്രദേശം ഇന്ത്യയുടെ 0.21% ആണ്. സിക്കിമിൻ്റെ സംസ്ഥാന പക്ഷി ബ്ലഡ് ഫെസൻറ്റും സംസ്ഥാന മൃഗം ചെമ്പൻ പാണ്ടയും സംസ്ഥാന പുഷ്പം നോബിൾ ഡെൻഡ്രോബിയവും ആണ്. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോങ്ങും. സിക്കിമിന് 4 ജില്ലകളും 32 നിയമസഭാ മണ്ഡലങ്ങളും 1 ലോക്സഭാ മണ്ഡലവും ആണ് ഉള്ളത്. സിക്കിമിലെ രാജ്യസഭാ സീറ്റ് 1 ആണ്. സിക്കിമിൻ്റെ പ്രധാന ഭാഷകൾ ലൊപ്പ, ഭൂട്ടിയ, ഹിന്ദി, നേപ്പാളി, ലിംബു എന്നിവ ആണ്. സിക്കിമിലെ പ്രധാന നദികൾ ടീസ്ത, രംഗീത് എന്നിവയാണ്. ഏലം ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം. സിക്കിമിൻ്റെ അതിർത്തികൾ വടക്ക് ചൈനയും കിഴക്ക് ചൈനയും ഭൂട്ടാനും തെക്ക് പശ്ചിമ ബംഗാളും പടിഞ്ഞാറ് നേപ്പാളും ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും രാജഭരണം തുടർന്ന പ്രദേശങ്ങളിലൊന്നാണ് സിക്കിം. പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന പേരുള്ള സംസ്ഥാനമാണ് സിക്കിം. സസ്യശാസ്ത്രജ്ഞരുടെ പർദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനവും സിക്കിം ആണ്. സിക്കിമിൻ്റെ പുരാതന നാമം നെല്ലിൻ്റെ താഴ്വര എന്ന് അർത്ഥം വരുന്ന ഡെങ്ജോങ് ആണ്. ടിബറ്റുകാർ ഡെൻസോങ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനവും ഗോവ കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനവും ലെപ്ചിയ, ഭൂട്ടിയ എന്നീ ജനവിഭാഗങ്ങൾ ഉള്ള സംസ്ഥാനവും ചോഗ്യാൽ എന്ന പേരുള്ള ഭരണാധികാരി ഭരിച്ചിരുന്ന പ്രദേശവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനവും ഏറ്റവും കുറച്ച് ദേശീയപാതകളുള്ള ഇന്ത്യൻ സംസ്ഥാനവും നേപ്പാളി വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനവും സംരക്ഷിത സംസ്ഥാനം എന്ന പദവിയുണ്ടായിരുന്ന സംസ്ഥാനവും ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനവും ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനവും കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ സംസ്ഥാനവും നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ 100% ശുചിത്വം കൈവരിച്ച ആദ്യ സംസ്ഥാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും സിക്കിം ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ് സിക്കിമിലെ ഗാംഗ്ടോക്ക് ഹൈക്കോടതി. ജഡ്ജിമാരുടെ എണ്ണം ഏറ്റവും കുറവാണ് ഇവിടെ. സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ മലയാളിയാണ് പയസ് സി കുര്യാക്കോസ്. സിക്കിമിലെ പ്രധാന ചുരങ്ങളാണ് നാഥുല ചുരം, ഷിപ്കില ചുരം എന്നിവ. ഇന്ത്യയെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന നാഥുല ചുരം സിൽക്ക് റൂട്ട് എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള 2ാമത്തെ ATM സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലെ നാഥുല ചുരത്തിലെ കുപുപ് ഏരിയയിൽ ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് സ്ഥാപിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 14,300 ഫീറ്റ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിലൂടെ വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. കാഞ്ചൻജംഗ കൊടുമുടിയും കാഞ്ചൻജംഗ നാഷണൽ പാർക്കും സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 8,586 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. എവറസ്റ്റ്, മൗണ്ട് കെ2 എന്നിവ കഴിഞ്ഞാൽ ഉയരത്തിൽ 3ാം സ്ഥാനത്തുള്ള കൊടുമുടിയാണ് കാഞ്ചൻജംഗ. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്ത ഒരേയൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് സിക്കിം.
2018 സെപ്റ്റംബറിലാണ് സിക്കിമിലെ ആദ്യ വിമാനത്താവളമായ പാങ്ക്യോങ് പ്രവർത്തനം ആരംഭിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ചുവർച്ചിത്രങ്ങളുള്ള സുഖ്ല ഖാജ് ബുദ്ധമതക്കാരുടെ പ്രധാന ആരാധനാ കേന്ദ്രം ആണ്. യുക്സാം ലാമകളുടെ സംഗമസ്ഥലം ആണ്. ബെൻഖിം ഉദ്യാനം, ചൂട് നീരുറവയ്ക്ക് പ്രസിദ്ധമായ യുങ്താങ് എന്നിവ സിക്കിമിലെ പ്രധാന സ്ഥലങ്ങൾ ആണ്. ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലുള്ള പ്രധാന പാതയായിരുന്നു നാഥുല ചുരം. 14,480 അടി ഉയരത്തിലുള്ള ഈ റോഡ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ പാതകളിൽ ഒന്നാണ്. സൊമോഗോ തടാകത്തിലൂടെ ഈ പാത കടന്നുപോകുന്നു.